Welcome to Thermodynamics for PG students. Okay, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ക്വാണ്ടിറ്റിയും കൂടെ പരിചയപ്പെടണം. ദറ്റ് ഈസ് കോൾഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ GH പെർ യൂണിറ്റ് മാസ്. അപ്പോൾ എം മാസാവും പൊട്ടൻഷ്യൽ എനർജി MgH. അവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് GH. അപ്പോൾ H1 ഹൈറ്റിൽ നിന്ന് H2 ഹൈറ്റിലേക്ക് ഒരു സിസ്റ്റം മൂവ് ചെയ്യുമ്പോൾ നടക്കുന്ന വർക്ക് mg × H2 - H1. ഇതുപോലെ ഇലക്ട്രിസിറ്റിയിൽ ഒരു ചാർജ് പൊട്ടൻഷ്യൽ V1 V2-ൽ നിന്നും V1 പൊട്ടൻഷ്യൽ V2 ഉള്ള പൊസിഷനിൽ നിന്ന് V1 പൊട്ടൻഷ്യൽ ഉള്ള പൊസിഷനിലേക്ക് ഒരു ചാർജ് Q മൂവ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട വർക്ക് Q × V2 - V1. അപ്പോൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ട് ഗ്രാവിറ്റി ആയാലും ഇലക്ട്രിക് ചാർജ് ആയാലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക. ഇതുപോലെ ഒരു കെമിക്കൽ സിസ്റ്റത്തിൽ ഒരു ഒരു എമൗണ്ട്, ഒരു കമ്പോണൻറ്റ് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറണമെങ്കിൽ ഇതുപോലെ വർക്ക് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കെമിക്കൽ പൊട്ടൻഷ്യൽ പറയുക. അവിടെ ഫ്രീ എനർജി ഫങ്ഷൻ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുക. അപ്പോൾ ഗിബ്സ് ഫങ്ഷൻ, ഗിബ്സ് ഫ്രീ എനർജി G2 ഉള്ളിടത്ത് നിന്നും ഗിബ്സ് ഫ്രീ എനർജി G1 ഉള്ളിടത്തേക്ക് ഒരു കമ്പോണൻ്റ്, ഒരു മിക്സ്ചറിലെ കെമിക്കൽ സിസ്റ്റത്തിലെ ഒരു കമ്പോണൻ്റ് മാറണമെങ്കിൽ അവിടെ നടക്കേണ്ട വർക്ക് N × G2 - G1 എന്ന് പറയാം. വേർ N ഈസ് ദി എമൗണ്ട് ഓഫ് ദി കമ്പോണൻ്റ് ഇൻ ദി മിക്സ്ചർ. അപ്പോൾ ഫ്രീ ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു കെമിക്കൽ സിസ്റ്റത്തിലെ ഒരു കമ്പോണൻ്റ് നീങ്ങുന്നത് ഹയർ ഫ്രീ എനർജി ഉള്ളിടത്ത് നിന്നും ലോവർ ഫ്രീ എനർജി അല്ലെങ്കിൽ ഹയർ, ഇതുപോലെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയും, ഹയർ കെമിക്കൽ പൊട്ടൻഷ്യൽ ഉള്ളിടത്ത് നിന്നും ലോവർ കെമിക്കൽ പൊട്ടൻഷ്യൽ ഉള്ള ഭാഗത്തേക്കാണ്. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യൽ ഫ്രീ എനർജിയുടെ റേറ്റ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവായിട്ടാണ് ഡിഫൈൻ ചെയ്യുക. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എമൗണ്ട് ഓഫ് എ കമ്പോണൻറ്റ് ഇൻ ദി മിക്സർ ഓർ കെമിക്കൽ സിസ്റ്റം. ഈ ഫ്രീ എനർജി എന്ന് പറയുമ്പോൾ അത് ഹെംഹോൾട്ട്സ് ഫ്രീ എനർജി ആവാം, ഗിബ്സ് ഫ്രീ എനർജി ആകാം, ഇൻറ്റേർണൽ എനർജി ആകാം ആൻഡ് സോ ഓൺ. അത് അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഈ എല്ലാ കമ്പോണൻസിൻ്റെയും കെമിക്കൽ പൊട്ടൻഷ്യൽ ഈക്വലായിരിക്കും. അതാണ് ഇക്വിലിബ്രിയത്തിനുള്ള കണ്ടീഷൻ. നമുക്കതിനുള്ള എക്സ്പ്രഷൻസ് ടാപ്പ് ചെയ്യാം. ഡിഫൈനിങ് ക്വാണ്ടിറ്റി ആയിട്ട് എങ്ങനെയാണിത് ഫ്രീ എനർജിയുമായിട്ട് കെമിക്കൽ പൊട്ടൻഷ്യൽ ബന്ധിപ്പിക്കുക എന്ന ഒന്ന് കാണാം. ഇൻറ്റേർണൽ എനർജി U, അത് ഇറ്റ് ഇസ് എ ഫങ്ഷൻ ഓഫ് എൻട്രോപ്പി S, വോളിയം V, N1 കമ്പോണൻറ്റിൻ്റെ കെമിക്കൽ സിസ്റ്റം, number of components in a number of a particular component in a chemical system or a mixture. N2 number of another component in the mixture, etc. N. Again the total partial differential rule അനുസരിച്ച് du, total change in in internal energy, du equals dou U / dou S into ds plus dou U / dou V into dV plus
ഡോ യു ബൈ ഡോ എൻ വൺ ഇൻറ്റു ഡി എൻ വൺ പ്ലസ് ഡോ യു ബൈ ഡോ എൻ ടു ബൈ ഡോ യു ബൈ ഡോ എൻ ടു ഇൻറ്റു ഡി എൻ ടു പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ സിഗ്മ ഐ ഈക്വൽസ് 1 to n ഡോ യു ബൈ ഡോ എൻ ഐ ഇൻറ്റു ഡി എൻ ഐ വേർ ഐ ഈക്വൽസ് 1 to n. അപ്പോൾ മൊത്തം ഇവിടെ ഇത് n നമ്പേഴ്സ് ഉണ്ട്, ഇത് 2. അപ്പോൾ n+2 വേരിയബിൾസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വെൻ ദി കോമ്പസിഷൻ ഏതെങ്കിലും ഒരു കോമ്പസിഷനിൽ ഒരു പ്രത്യേക ഫേസിൽ നിൽക്കുന്ന ഒരു കോമ്പസിഷൻ, ആ കോമ്പസിഷൻ മാറുന്നില്ല, അതിനകത്തെ കമ്പോണൻസിൻ്റെ മാസും മാറുന്നില്ല എങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നേരത്തെ കണ്ടതുപോലെ ഡി യു ഈക്വൽസ് ടി ഡി എസ് മൈനസ് പി ഡി വി. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തന്നെയാണ്. ഡെൽറ്റ ക്യൂ ഈക്വൽസ് ഡി യു പ്ലസ് പി ഡി വി അല്ലെ വർക്ക്. ഇത് 2 ഇക്വേഷൻ്റെയും കൂടെ കോയഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. ഡി എസിൻ്റെയും ഡി വിയുടെയും കൂടെ കോയഫിഷ്യൻസ് കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡോ യു ബൈ ഡോ എസ്. അപ്പോൾ ബാക്കിയുള്ള വേരിയബിൾസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം. വി വോളിയം, നമ്പർ ഓഫ് കമ്പോണൻസ്. ഡോ യു ബൈ ഡോ എസ് ഈക്വൽസ് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ടി. മറ്റേ ഡി വിയുടെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡോ യു ബൈ ഡോ വി ഈക്വൽസ് മൈനസ് പി. ഇതിൽ ഡോ യു ബൈ ഡോ എൻ ഐ, ഞാനിപ്പോൾ ഐ എന്നുള്ളതിന് കെ എന്നെടുക്കുന്നു. ഇതിന് ഇപ്പോൾ ഡോ യു ബൈ ഡോ എൻ കെ വെൻ എസ്, ഈ കെ ഒഴിച്ച് ബാക്കിയുള്ള എൻ വാല്യൂസ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുക. ഇതിനെ നമ്മൾ മ്യൂ കെ എന്ന് കൊടുക്കുന്നു. വേർ മ്യൂ കെ ഈസ് കോൾഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദി kth കമ്പോണൻ്റ് ഇൻ ദി മിക്സർ. അപ്പോൾ ഡോ യു ബൈ ഡോ എൻ വൺ എന്ന് പറഞ്ഞാൽ മ്യൂ വണ്ണാണ്. അപ്പോൾ n2 n3 n4 എക്സെട്ര കോൺസ്റ്റൻസ് എന്ന് എടുക്കണം. ഡോ യു ബൈ ഡോ n2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മ്യൂ 2. അപ്പോൾ n1 n3 n4 എക്സെട്ര ആർ കോൺസ്റ്റൻസ് അലോങ് വിത്ത് എൻട്രോപ്പി എസ് ആൻഡ് വോളിയം വി. ഇത് ഇക്വേഷൻ ഈ ഇക്വേഷൻസ് എല്ലാം കൂടെ നമുക്ക് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി യു ഈക്വൽസ് ഇത് ടി ഡി എസ്, ദിസ് ഇസ് മൈനസ് പി ഡി വി പ്ലസ് സിഗ്മ ഈ ഡോ യു ബൈ ഡോ എൻ ഐ. ഞാനിപ്പോൾ മ്യൂ കെ എന്ന് എഴുതുന്നു. വേർ കെ ഈക്വൽസ് 1 to n. അപ്പോൾ കെ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റൻസ് ആയിട്ട് ഇൻറ്റു ഡി എൻ കെ ഓർ. അപ്പോൾ ഇത് ഒരു ചുരുക്കത്തിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. മ്യൂ കെ ഈക്വൽസ് ഡോ യു ബൈ ഡോ എൻ കെ. ഇത് ഇൻ ടേം ഡെഫിനിഷൻ ഓഫ് chemical potential in terms of the internal energy U of the chemical system. ഇതുപോലെ ജി ഉപയോഗിച്ച് ചെയ്യാം. ഗിബ്സ് ഫ്രീ എനർജി ഫങ്ഷൻ. let G be a function of temperature, pressure and the number of components, each number of every component, n1 n2 etc. ഞാനിപ്പോൾ എന്നെ എഴുതുന്നു. ഇതേപോലെ പ്രൊസീഡ് ചെയ്യുക. ഡി ജി ഈക്വൽസ് ഇവിടുന്ന് ഡോ ജി ബൈ ഡോ ടി ഇൻറ്റു ഡി ടി പ്ലസ് ഡോ ജി. അപ്പോൾ ബാക്കിയുള്ള പി n1 n2 എക്സെട്ര കോൺസ്റ്റൻസ് ആയിരിക്കണം ഈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. പ്ലസ് ഡോ ജി ബൈ ഡോ പി ഇൻറ്റു ഡി പി പ്ലസ് സിഗ്മ ഓവർ ഐ ഈക്വൽസ് 1 to n ഡോ ജി ബൈ ഡോ എൻ ഐ ഇൻറ്റു ഡി എൻ ഐ. ഫോർ കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ ആൻഡ് മാസ് ഡി ജി ഈക്വൽസ് മൈനസ് എസ് ഡി ടി പ്ലസ് വി ഡി പി. ഇതെല്ലാം നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ലിങ്കായിട്ട് അതിനകത്ത് കൊടുക്കും, ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഡി ജി ഈക്വൽസ് മൈനസ് എസ് ഡി ടി പ്ലസ് വി ഡി പി. നമ്മൾ ഗിബ്സ് ഫ്രീ എനർജിയൊക്കെ ഡിഫൈൻ ചെയ്ത കൂട്ടത്തിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. മുമ്പേ പ്രൊസീഡ് ചെയ്തപോലെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഡോ ജി ബൈ ഡോ ടി ഈക്വൽസ് മൈനസ് എസ് എന്ന് വരും. ഡോ ജി ബൈ ഡോ പി ഈക്വൽസ് വി എന്ന് വരും. അതുപോലെ ഇവിടെ ഈ ഡോ ജി ബൈ ഡോ ഈ ഫാക്ടർ മ്യൂ എന്ന് അങ്ങോട്ട് കൊടുക്കുന്ന കെമിക്കൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഡോ ജി ബൈ ഡോ എൻ കെ വെൻ ടി പി
എൻ ഐ കെ ഒഴിച്ച് ബാക്കിയുള്ള എൻ എല്ലാം എൻ വാല്യൂസ് എല്ലാം കോൺസ്റ്റൻസ് ആയിട്ട് ഇടുന്നു, അത് മ്യൂ കെ എന്ന് കൊടുക്കുന്നു. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യലും ഗിബ്സ് ഫ്രീ എനർജിയും കൂടെ ഉള്ള റിലേഷനായത്. ഇതുപോലെ നമുക്ക് എൻതാൾപ്പി എച്ച്, ഹെംഹോൾട്ട്സ് ഫ്രീ എനർജി ഫങ്ഷൻ എഫ് ഒക്കെ ആയിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് ഡോ എച്ച് ബൈ എൻതാൾപ്പി വെച്ചാണ് ഡോ എച്ച് ബൈ ഡോ എൻ കെ വെൻ ടി വി എൻ ഐ എക്സെട്ര കോൺസ്റ്റൻസ് ഈക്വൽസ് മ്യൂ കെ എന്നെഴുതും. ഡോ എഫ് ബൈ ഡോ എൻ കെ വെൻ ടി വി എൻ ഐ എക്സെട്ര കോൺസ്റ്റൻസ് ഈക്വൽസ് മ്യൂ കെ എന്നെഴുതും. ഓർ ഇൻ ഷോർട്ട്, മ്യൂ കെ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് എ കമ്പോണൻ്റ് ഇൻ എ കെമിക്കൽ സിസ്റ്റം. നമുക്ക് പല രീതിയിൽ പറയാം. മ്യൂ കെ ഈക്വൽസ് ഡോ ജി ബൈ ഡോ എൻ കെ ഓർ ഡോ യു ബൈ ഡോ എൻ കെ, ഡോ എച്ച് ബൈ ഡോ എൻ കെ, ഡോ എഫ് ബൈ ഡോ എൻ കെ. അപ്പോൾ ഇതാണ് കെമിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യൽ ഈസ് ദി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫ്രീ എനർജി ഫങ്ഷൻസ്. അത് ഗിബ്സ് ഫ്രീ എനർജി ആകാം, ഇൻറ്റേർണൽ എനർജി ആകാം, എൻതാൾപ്പി ആകാം, ഹെംഹോൾട്ട്സ് ഫ്രീ എനർജി ഫങ്ഷൻ ആകാം, ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതാണ് ഫ്രീ എനർജി കെമിക്കൽ പൊട്ടൻഷ്യലിൻ്റെ സങ്കല്പം. താങ്ക് യു.